നമസ്കാരം. ഭീമ ഗോൾഡ് ചമയത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളം വൈറ്റില ബൈപ്പാസ് റോഡിലുള്ള ലേബിളം അനു ആൻഡ് രേഷ്മാസ് വെഡിംഗ് ബുട്ടീക്കിലാണ്. ഇവര് കൂടുതലും ബ്രൈഡൽ ഔട്ട്ഫിറ്റ്സിലാണ് ഇവർ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് അല്ലേ? അതെ, ബ്രൈഡൽ ഡ്രസ്സിലോട്ട് പോവാം. പ്രീ മാരേജ് ആൻഡ് പ്രീ വെഡിങ് ആൻഡ് വെഡിങ് കളക്ഷൻസ് ആണ് നമ്മൾ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് ഒത്തിരി ഇപ്പം ഒരു ബ്രൈഡ് എന്ന് പറയുമ്പം എൻഗേജ്മെന്റ് വരും, ഉറപ്പീര് വരും, എൻഗേജ്മെന്റ് വരും, വെഡിങ് വരും, പിന്നെ വെഡിങ്. അതെ, അത് കഴിഞ്ഞിട്ട് കുറെ ഫംഗ്ഷൻസ് ഉണ്ടാവും. അപ്പം ഒരു ബ്രൈഡ് വരുമ്പോൾ തന്നെ നമ്മൾ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം ചെയ്ത് കൊടുക്കാറുണ്ട്. അതായത് അപ്പം എൻഗേജ്മെന്റ് ഡ്രസ്സ് മുതൽ വെഡിങ് ഡേ മുതൽ വെഡിങ് ഡേ. ഇതൊരു ലെഹങ്കയാണ്. ഇതൊരു വെഡിങ്, അതെ, എൻഗേജ്മെന്റിനൊക്കെ ഇടാൻ പറ്റിയൊരു ബ്രൈഡിന് ഇടാൻ പറ്റിയൊരു ലെഹങ്കയാണ്. ഇതിൽ ഫുൾ വർക്ക് ചെയ്തേക്കുവാണ്. പേളും സർദോസിയും എല്ലാം മിക്സ് ചെയ്ത്, സർദോസിയും പേളും കൂടി മിക്സ് ചെയ്ത് ഇതൊരു വെൽവെറ്റ് ബീഡിങ് അല്ലേ? വെൽവെറ്റ് ബോർഡർ വെൽവെറ്റ് ആണ്. ബ്ലൗസും വെൽവെറ്റ് ആണ്. ഓക്കെ, ബ്ലൗസ് എന്ത് കളർ ആയിട്ട് വരും? ബ്ലൗസ് മറൂൺ ആണ്. അപ്പൊ കുറച്ചും കൂടി ഒരു അതെ കോൺട്രാസ്റ്റ് ലുക്ക് വരും. ലുക്ക് വരും. വെൽവെറ്റ് തന്നെയാണ്. അതെ, ഇത് ലെഹങ്കയായിട്ട് ചെയ്യാം. അതെല്ലാം ഷോർട്ട് ബ്ലൗസ് ആയിട്ട് ചെയ്യണം, ചോളി പോലെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചോളി പോലെ ചെയ്യാം. ഇത് ലെഹങ്കയാണ്. ബ്രൈഡ്സിന് എൻഗേജ്മെന്റ് വെയർ ആണിത്. ഇത് പിന്നീട് ഇപ്പം ലെഹങ്ക എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും എപ്പോഴും യൂസ് ചെയ്യാറില്ല. നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഫംഗ്ഷൻ കഴിയുമ്പോഴത്തേക്ക് നമ്മളിത് ഒരു അനാർക്കലി ആയിട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെയും ചെയ്യാറുണ്ട്. നമ്മളുടെ അടുത്ത് നിന്ന് എടുക്കുന്ന ലെഹങ്ക ഞങ്ങൾ തന്നെ അത് റീമോഡൽ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ അതൊരു സ്പെഷ്യാലിറ്റിയാണ്. അത് അങ്ങനെ ലെഹങ്ക അതുകൊണ്ട് ആർക്കും ഇരുന്ന് പോകാറില്ല. ഒരു സാധാരണ ലെഹങ്ക എന്നൊക്കെ പറയുമ്പോൾ ആ ദിവസം മാത്രം ഇടുന്ന ഒരു ഇതായതുകൊണ്ട് അത് കഴിഞ്ഞും യൂസ് ചെയ്യാനായിട്ട് അവരിത് അനാർക്കലി ആയി കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത കളറാണ്. ഇതിപ്പം പ്ലെയിൻ ആയിട്ടാണ്, ദുപ്പട്ടയാണ് പ്ലെയിൻ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഇപ്പം കസ്റ്റമറിന്റെ ആവശ്യം അനുസരിച്ച് ഇതിൽ വർക്ക് വേണമെങ്കിൽ വർക്ക് ചെയ്യാം. ഈ സെയിം വർക്ക് ചെയ്യും. പ്ലെയിൻ ചിലർക്ക് പ്ലെയിൻ ആയിട്ട് മതിയായിരിക്കും. അധികം വർക്ക് ദുപ്പട്ടയിൽ ഇഷ്ടം ഉണ്ടാവില്ല. അപ്പം കസ്റ്റമറിന്റെ ആവശ്യം അനുസരിച്ച് നമ്മൾ വർക്ക് വേണമെന്നുണ്ടെങ്കിൽ വർക്ക്. ഇത് നെക്ക് ഷോൾ, നെക്ക് ദുപ്പട്ടയാണ്. കസ്റ്റമറിന്റെ ആവശ്യപ്രകാരം ഇത് വേണമെങ്കിൽ ഇത് വർക്ക് ചെയ്യാമെങ്കിൽ വർക്ക് ചെയ്ത് കൊടുക്കും. ഷോളിൽ പ്ലെയിൻ ആണെങ്കിൽ പ്ലെയിൻ ആണ് പ്രിഫർ ചെയ്യുകയാണെങ്കിൽ പ്ലെയിൻ തന്നെ പോകും. ഇതിന്റെ റേഞ്ച് ഒക്കെ എത്ര വരും? ഇത് 20,000 and above ആണ് ഇതിന്റെ റേഞ്ച് വരുന്നത്. ഇതെല്ലാം ഹാൻഡ് വർക്ക്, എല്ലാം ഹാൻഡ് വർക്ക് ആണ്. അതെ, ഹാൻഡ് വർക്ക് ആയതുകൊണ്ടാണ് അതാണ് വെഡിങ് എൻഗേജ്മെന്റ് വെയർ ആണല്ലോ. ലെഹങ്ക ഒരു റോസ് സിൽക്കിൽ കാണാത്തൊരു, അതെ, അതില് മെറ്റീരിയൽ റോസ് സിൽക്കാണ്. അടിയിൽ ബ്രൊക്കേഡ് ആണ് കൊടുത്തേക്കുന്നത്. മാംഗോ മോട്ടീഫ്, നല്ല വലിയ മാംഗോ മോട്ടീഫ് ആയിട്ട്. ഇത് ദാവണി പോലെ യൂസ് ചെയ്യാം. നമ്മുടെ പഴയ കാലത്തെ ദാവണി പോലെ ഷോർട്ട് ബ്ലൗസ് ആയിട്ട് ലോങ് ഐറ്റം യൂസ് ചെയ്യാം. അത് ബ്രൈഡിന്റെ ഇഷ്ടപ്രകാരം ശരി ഇത് ചെയ്യാം. ബോട്ടം മെറൂൺ ആണ് വരുന്നത് അല്ല? ബ്ലൗസ് മെറൂൺ ആണ്. അടിയിലോട്ട് ആഷും റെഡും കോമ്പിനേഷൻ. മാംഗോ ഡിസൈൻ. ദുപ്പട്ട വന്നിട്ട് ഗ്രീൻ വരും. ഓക്കെ. ഇത് ശരിക്കും എൻഗേജ്മെന്റ് ഒക്കേഷന് പക്ഷേ വെഡിങ് ഈവിനൊക്കെ നല്ലതാണ്. അല്ലെങ്കിൽ ബ്രൈഡ്സ് മെയ്ഡ്സിനും നല്ലതാണ്. ഇതൊരു വെഡിങ് ഈവിനൊക്കെ ബ്രൈഡ്സിന്, അതുപോലെ ബ്രൈഡ്സിന്റെ കുറച്ച് ട്രഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യാത്. ഇത് 8,000 above ആണ് ഇതിന്. ഇതിപ്പോ നിങ്ങൾ ഇവിടെ വെഡിങ് ഒക്കേഷൻ കഴിയുമ്പോഴേക്കും ഇത് നിങ്ങൾ സെയിം വേ അത് കൺവേർട്ട് ചെയ്ത് കൊടുക്കും. അതായത് എപ്പോഴും ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി കൺവേർട്ട് ചെയ്ത് കൊടുക്കും. അത് ഇവരുടെ സ്പെഷ്യാലിറ്റി ആണ്. ഇതൊരു വെഡിങ് ലെഹങ്കയാണ്. ഇത് വന്നിട്ട് ഇത് സൂപ്പർ നെറ്റ് ആണ്. അടിയില് വീതിക്ക് വെൽവെറ്റ് ബോർഡർ കൊടുത്തിട്ടുണ്ട്. അതില് സർദോസി ചെയ്തിട്ടുണ്ട്. അതെ, സർദോസി. ഇതെല്ലാം ഹാൻഡ് വർക്ക് ആണ്. ഇത് ഫുൾ ഹെവി ലൈനിങ് ഉണ്ടല്ലേ? ഹെവി ലൈനിങ് ഉണ്ട്. നെറ്റ് നല്ല വിടർന്ന് നിൽക്കാൻ വേണ്ടിട്ട് സ്റ്റേജിലും അതെ അത് കൊടുത്തിട്ടുണ്ട്. നല്ല വിടർന്ന് സ്റ്റേജിലൊക്കെ നല്ല വിടർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് മജന്ത ബ്ലൗസ് ആണ് വരുന്നത്. ബ്ലൗസിലും നെക്കിലും ഫുൾ വർക്ക് ഉണ്ട്. ഫുൾ വർക്ക് ഉണ്ട്. ഇപ്പം അതെ, സ്ലീവ്സിലും വർക്ക് ഉണ്ട്. ഇതിങ്ങനെ അത് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ വർക്ക് ഉണ്ട്. ഓപ്പൺ നെക്ക് അല്ലേ? അതെ, ജസ്റ്റ് ഒരു അത്ര വൈഡ് അല്ലാത്തൊരു നെക്ക്. അതെ.
അത് വൈഡ് കസ്റ്റമറിന്റെ ആവശ്യാനുസരണം ഇപ്പൊ കൂടുതൽ വൈഡ് വേണമെന്നുള്ളവർക്ക് ബാക്കും കൂടെ വൈഡായിട്ട് ചെയ്ത് കൊടുക്കും. ഇത് കളർ കോമ്പിനേഷൻ നല്ലതാണ് ഇതിന്റെ. അതെ, യുണീക്ക് ആണ് എന്ന് വെച്ചാൽ അങ്ങനെ കാണുന്ന ഒരു കളർ കോമ്പിനേഷൻ. അതെ അതെ അതെ. നമ്മളിപ്പോ നിൽക്കുന്നത് ഭീമ ജ്വല്ലറിയുടെ കോട്ടയം ഷോറൂമിലാണ്. ഇവിടുത്തെ സ്വർണ്ണാഭരണങ്ങളുടെ പുതിയ കളക്ഷൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് നല്ല രസമുണ്ട് കാണാൻ. എന്താ ഇതിന്റെ പ്രത്യേകത എന്ന് പറയോ? ഇതിന്റെ നമുക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള പാറ്റേൺ ആണ്. ഓക്കെ, നമുക്ക് ലോങ് ചെയിൻ ആയിട്ടും ഹിപ്പ് ചെയിൻ ആയിട്ട് ലോക്കറ്റ് മാത്രം പിന്നെ നെക്ലസ് മാത്രമൊക്കെ ഓൾട്ടർനേറ്റ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് സ്റ്റോൺ ആണ്. ഇത് സ്റ്റോൺ ആണ് പറയുന്നത്, കെം സ്റ്റോൺ എന്ന് പറയും. വീട് തന്നെ സിന്തറ്റിക് വർക്കാണ്. ഇത് ഗ്രീനൊക്കെ നോർമൽ സ്റ്റോൺസ് ആണ്, സിന്തറ്റിക് കളറാണ്, സിന്തറ്റിക് സ്റ്റോൺസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹാങ്ങിങ്സിലുള്ള കൾച്ചർ പേൾസ്, വൈറ്റ് പേൾസ്. മറുഭാഗം വരുന്നത് പ്ലെയിൻ ഗോൾഡ് ആണ്. അപ്പോൾ രണ്ട് സൈഡും യൂസ് ചെയ്യാം. അതിലും ലോക്കറ്റിൽ ലക്ഷ്മിയുടെ രൂപം വരുന്നുണ്ട്. ഇത് തന്നെ നമുക്ക് ലക്ഷ്മിയുടെ രൂപത്തിൽ തന്നെ ഈ ലക്ഷ്മിയുടെ രൂപം വെച്ച് തിരിച്ചിടാനും പറ്റും. ഈ ഭാഗം അങ്ങനെ മാറ്റാവുന്നതാണ്. ലോക്കറ്റ് ഇത് മാറ്റാവുന്നതാണ്, ഇത് മാറ്റാവുന്നതാണ്. നമുക്ക് സ്ട്രെച്ച് ചെയ്ത് ഇത് മാറ്റാവുന്നതാണ്. ഇങ്ങനെ ഒരു മാറ്റാവുന്നതാണ്. അതുപോലെ തിരിച്ചിടുകയും ചെയ്യാം. ലോക്കറ്റ് എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ലോക്കറ്റ് മാത്രമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. പിന്നെ അതുപോലെ ഇത് അഴിച്ചിട്ട് ഹിപ്പ് ചെയിൻ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഇതിങ്ങനെ അഴിച്ച് സൈഡിൽ കണക്ട് ചെയ്യാം നമുക്ക്. ഇതുപോലെ സൈഡിൽ വരുമ്പോൾ ഈ മാലയുടെ സൈഡിലേക്ക് വരുന്നത്. ഈ ഭാഗം ഹിപ്പ് ചെയിനിന്റെ ആ സ്റ്റൈലിലേക്ക് വരും. ഇത് നെക്ലസിന്റെ പൊസിഷനാണ് നിൽക്കുന്നത്. ഈ സൈഡിൽ കൂടെ നമ്മൾ അഴിച്ചിടുമ്പോൾ ഹിപ്പ് ചെയിൻ യൂസ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് നമുക്ക് മാറ്റാവുന്നതാണ്. ഫംഗ്ഷനാണ് ഇതിന്റെ കല്യാണത്തിനൊക്കെ ഇപ്പൊ നെക്ലസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അടുത്തൊരു സെക്ഷനിലേക്ക് നമുക്ക് മാറേണ്ടി വരികയാണെങ്കിൽ ഹിപ്പ് ചെയിനാക്കി മാറ്റുകയും ചെയ്യാം. ഹിപ്പ് ചെയിന്റെ സ്റ്റൈലിലേക്ക് വന്നു. ഇത് ഫുൾ സ്റ്റോൺസ് ആണ്. ഇത് ഫുൾ സ്റ്റോൺസ് ആണ്. അതിൽ തന്നെ നമുക്ക് തിരിച്ചുവിടാം. അതുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഏതെങ്കിലും ചെറിയ ലോക്കറ്റായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിത് അഴിച്ചിട്ട് വേറെ ചെയിനിൽ യൂസ് ചെയ്യാം. അതുകൊണ്ട് ഇതിന്റെ ബാക്ക് പോർഷൻ ഉണ്ടല്ലോ, ഇതിങ്ങനെ ഊരാവുന്നതാണ്. ഈ പോർഷൻ മാത്രം ഊരിയിട്ട് നമ്മൾ ഇതിന്റെ നെക്ലസ് പൊസിഷനിലേക്ക് ഇടുകയാണെങ്കിൽ ചെറിയൊരു നെക്ലസ് ആയി മാറും. ഇതിന് മൾട്ടി പർപ്പസ് ആണ്. കുറച്ച് വെയിറ്റ് അധികം വരുന്നുണ്ട് ഇതിന്, എന്നാലും നമുക്ക് ഇത്രയും ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് അത് ഗുണമാണ്. ഉണ്ടോ, ഇപ്പൊ വേറെ ഫംഗ്ഷൻ ആകുമ്പോൾ നെക്ലസ് ആയി കഴുത്തിൽ വെച്ച് കാണിച്ചു കൊടുക്കും. നെക്ലസിന്റെ ഒരു പൊസിഷൻ ഉണ്ടാവും. ഇത്രയും വലിയ മാല നമുക്ക് ലോക്കറ്റ് മാത്രം എടുത്ത് നെക്ലസിലേക്ക് ഉണ്ടാവും. ഇനി അതൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. അത് തിരിച്ചിട്ട് വേറെ സ്റ്റൈലായി. ഇത് തിരിച്ചിട്ട് കാണിച്ചു കൊടുക്കും. തിരിച്ചു വരുമ്പോൾ വേറെ സ്റ്റൈലായി. റെഡ് സ്റ്റോണിന്റെ അപ്പിയറൻസ് പറഞ്ഞിട്ട് ലക്ഷ്മിയുടെ രൂപം അങ്ങനെയുള്ളത് വരുമ്പോൾ ഒരു വേറെ സ്റ്റൈല്. ഈ ഒരു നെക്ലസ് ഉണ്ടെങ്കിൽ നമുക്ക് പല തരത്തിൽ യൂസ് ചെയ്യാൻ പറ്റും. ഏകദേശം എത്ര പവൻ വരും ഇത്? ഇതിന് വന്നിട്ടൊരു 188 ഗ്രാം വരും. 22 പവൻ 23 പവനടുത്തുണ്ട്. പക്ഷെ 23 പവൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു 5-6 തരത്തിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ്. മൾട്ടിപർപ്പസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഇത്രയും വെയിറ്റ് വരുന്നതുകൊണ്ട് ആ പാറ്റേൺ നമുക്ക് ഇതുകൊണ്ട് ഇത് സിംഗിൾ ആയിട്ടൊരു നെക്ലസ് ആയി കിട്ടും. ഇങ്ങനെ ഇങ്ങനെ നെക്ലസ് അത് തന്നെ തിരിച്ച് യൂസ് ചെയ്യും. അവിടുന്ന് ത്രെഡോ അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക്. നെക്ലസ് പോലെ നെക്ലസ് ഷേപ്പിൽ വെക്കാമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അത് തന്നെ തിരിച്ച് യൂസ് ചെയ്യാം. ലക്ഷ്മി ദേവി മോഡൽ. അതെ, രണ്ടുപേർക്ക് മാലയുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് രണ്ട് നെക്ലസ് രണ്ടുപേരും യൂസ് ചെയ്യാം. രണ്ടുപേർക്ക് അതുപോലെ ഒരുപോലെ നെക്ലസ്. അതിന്റെ ചെയിൻ മാറ്റി ഇതിലേക്ക് ഇട്ടാൽ ചെയിൻ വേണമെങ്കിൽ ലെങ്ത് കിട്ടണം, അങ്ങനെ ഇടാം.
പിന്നെ ഇത് മാത്രം ലോക്കറ്റ് ആയിട്ട് യൂസ് ചെയ്യാന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് നമുക്ക് ചെയിനിന് നമുക്ക് ഇതിന് പകരം വേണമെങ്കിൽ ഇത് കൊടുക്കാം. ഇവിടെ നമ്മൾ ഈ പീസ് കണക്കുകയാണെങ്കിൽ അത് മാത്രം കൊടുക്കാം. അപ്പൊ ലെങ്ത് ഇതിന്റെ ബാക്കില്ല. നമുക്ക് ഇവിടെ വേണമെങ്കിൽ വേറെ ചെന്നിട്ട് ലെങ്ത് കുറച്ചിട്ടുള്ള പൊസിഷനിലേക്ക് അങ്ങനെ ചെയ്യാം. എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. മൾട്ടിപർപ്പസ് ഉണ്ട്. അതേപോലെ കമ്മലിന് അതുപോലെ തന്നെ ഇതിന്റെ ഏകദേശം ഒരു രൂപം വരുന്ന രീതിയിലുള്ള കമ്മൽ പൊസിഷൻ കൊടുത്തിരിക്കണം. ഇതിലൊരു സൈഡുണ്ട്, ഇതിന്റെ ബാക്ക് സൈഡിൽ ഒരുപോലെയാണ്. പിന്നെ സെന്ററിലത്തെ നീഡിലുണ്ടല്ലോ, ഈ നീഡിൽ വെച്ചിട്ട് നമുക്ക് തിരിച്ചിട്ടാണെങ്കിൽ അതനുസരിച്ച് രണ്ട് സൈഡ് യൂസ് ചെയ്യാൻ പറ്റും. കണ്ടോ, നീഡിൽ മാത്രം അഴിച്ചാൽ മതി. കമ്മലൊരു പീസായിട്ട് അങ്ങനെ നിൽക്കണം. മറുഭാഗത്ത് ലക്ഷ്മി ഇല്ലാത്ത രൂപം, പുറത്ത് ലക്ഷ്മിയുള്ള രൂപം, ജുമുക്ക രണ്ടിനും സപ്പോർട്ട് ചെയ്യണം. നമ്മളിത് എങ്ങനെ യൂസ് ചെയ്യുന്നു അതനുസരിച്ച് കമ്മൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് തന്നെ അഴിച്ച് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇത് മാറ്റിയുണ്ട്. ഇതിന്റെ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ പറ്റും. നമുക്ക് വെയിറ്റ് കാതിൽ അത്ര തട്ടിൽ ഫീൽ ചെയ്യാൻ നല്ല വെയിറ്റ് ഉണ്ട്. നോർമൽ വെയിറ്റ് വരുള്ളൂ. ഇതിലും കൂടുതൽ വെയിറ്റ് ഉള്ള കമ്മലുകളൊക്കെ ഉണ്ട്. ഇതിപ്പോ 4 പവനെ ജോഡി വരുന്നുള്ളൂ. ആരോഗ്യമുള്ള കാതിന് പറ്റിയതോ. ഇത് നല്ല പുതിയ മോഡലാ തോന്നുന്ന സംഭവം. നഗാസ് വർക്ക് എന്ന് പറയുന്നത് കൊത്തുപണിയാണ് വരുന്നതിൽ. കൂടുതലും നഗാസ് വർക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ടെമ്പിൾ ജ്വല്ലറി, കുറച്ചും കൂടി ഹിന്ദു ഡെവോഷണൽ അങ്ങനെയുള്ളതൊക്കെ വരുന്നത്. ഇത് നമുക്ക് പീകോക്കിന്റെ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതുപോലുള്ള ഒരു നഗാസ് വർക്കിന്റെ അപ്പിയറൻസ് കിട്ടുകയും ചെയ്യും. നമുക്ക് കുറച്ച് ആ കമ്മ്യൂണിറ്റി ബേസിൽ ബ്ലോക്ക് ആവുന്നില്ല പാറ്റേൺ. ഇതൊക്കെ സ്റ്റോൺസ് വരുന്നത്, ഗ്രീൻ സ്റ്റോൺസ് ആണ്. ഇതും സ്റ്റോൺസ് തന്നെയാണ്. ഇത് ഗോൾഡിന്റെ ബോളാണ്. അതുപോലെ കുറച്ച് റെഡ് സ്റ്റോൺസ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു കോൺട്രാസ്റ്റ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് ഇതുപോലെ ഇവിടെ നിന്ന് അഴിച്ചിട്ട്, മറ്റേത് നമ്മൾ നേരത്തെ കാണിച്ച പോലെ ഇൻസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്ന കൺസ്ട്രക്ഷൻ അല്ല യൂസ് ചെയ്തേക്കണം. പക്ഷെ നമുക്ക് മാറ്റി ഇടാൻ പറ്റും. ഇതുപോലെ ഈ ചെയിൻ മാറ്റി നമ്മുടെ വേറെ എന്തെങ്കിലും ഗോൾഡിന്റെ ചെയിൻ വേണമെങ്കിൽ ഇവിടെ അറ്റാച്ച് ചെയ്യാം, അങ്ങനെ യൂസ് ചെയ്യാം. ഇത് ലോക്കറ്റ് മാത്രമായിട്ട് യൂസ് ചെയ്യാം. നമുക്ക് വേറെ ചെയിനിൽ യൂസ് ചെയ്യാം. ലോക്കറ്റ് മാത്രമായിട്ട്. ഈ ലോക്കറ്റ് റിമൂവ് ചെയ്ത് ചെയിൻ രണ്ടും കൂടി ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പീസായി. കൂടുതൽ നമ്മളിപ്പോ ഈ വർദ്ധിച്ചോറും സ്വർണ്ണവിലയിലൊക്കെ വെച്ചാൽ കൂടുതൽ മൾട്ടി പർപ്പസ് ഉള്ള ആളുകൾ ഉദ്ദേശിക്കുന്നത് ഇപ്പത്തെ ന്യൂ ട്രെൻഡ് സ്വർണ്ണവിലയുടെ ഇത് കൊണ്ടിട്ട്. അപ്പൊ നമ്മള് ധീമയും അതനുസരിച്ച് കസ്റ്റമേഴ്സിന് മാക്സിമം ബെനിഫിറ്റ് കിട്ടത്തക്ക രീതിയിലുള്ള ഡിസൈൻസ് ആണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർക്ക് കൂടുതൽ ഇപ്പൊ ഒരു നെക്ലസ് വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ തന്നെ ഒത്തിരി ഓൾട്ടർനേഷൻ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് കൂടുതലും ബെനിഫിറ്റ് ആയിരിക്കും. ഓരോരോ ഫംഗ്ഷൻ നമ്മൾ ഓരോ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു നെക്ലസ് തന്നെയാണ് എന്നുള്ളത് പെട്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെ അതിന്റെ അപ്പിയറൻസ് നമുക്ക് സ്വയം കസ്റ്റമർക്ക് തന്നെ മാറ്റാവുന്ന രീതിയിലുള്ള കൺസ്ട്രക്ഷൻ ആണ് മിക്കതിനും യൂസ് ചെയ്തത്.